ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് വാർത്താ മഴ കടക്കുന്നത്. അഗ്നിശമന സേനാ വിഭാഗത്തിൽ പ്രഖ്യാപിച്ച ട്രാൻസ്ഫറിൽ അമർഷം പുകയുന്നു. മെയ് മാസം അവസാനം ഇറക്കിയ സ്ഥലമാറ്റ ഉത്തരവ് മഴക്കാല മുന്നൊരുക്കങ്ങളെ ബാധിക്കുമെന്നാണ് വിമർശനം. ഏപ്രിൽ മാസത്തിലെ സ്ഥലമാറ്റം യഥാസമയം നടത്തിയിട്ടില്ല. മഴക്കാലം കഴിയും വരെ സ്ഥലമാറ്റം മരവിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ അഗ്നിശമന സേനയ്ക്കകത്ത് തന്നെയാണോ ഇക്കാര്യത്തിൽ എതിർപ്പും വിയോജിപ്പുകളും ഇപ്പോൾ ഉയരുന്നത്? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് ഈ ഒരു സംസ്ഥാനത്താകെയുള്ള വിവിധ സർക്കാർ വകുപ്പുകളിലുള്ള വിവിധ തസ്തികകളിൽ സ്ഥലം മാറ്റത്തിനുള്ള ഒരു ധാരണയാകുന്നത്. അതേ തുടർന്ന് ഈ അഗ്നിരക്ഷാ സേനയിൽ നിന്ന് ഒഴികെയുള്ള മറ്റ് സർക്കാർ വകുപ്പുകളിലെല്ലാം സ്ഥലമാറ്റം നടന്നു. പക്ഷേ ഇതുവരെയായും അഗ്നിരക്ഷാ സേനയിൽ ഒരു സ്ഥലമാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ മൺസൂൺ അടക്കമുള്ള കാര്യങ്ങൾ അടുത്തു വന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് അർജന്റായിട്ട് ഇത്തരത്തിലുള്ളൊരു സ്ഥലമാറ്റത്തിനുള്ള അല്ലെങ്കിൽ അതിനൊരു കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. 1200 പേരടങ്ങുന്ന കരട് സ്ഥലമാറ്റ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ അഗ്നിരക്ഷാ സേനയിൽ തന്നെ അമർഷം പുകയുന്നത്. ഇത് സേനയുടെ ആത്മവീര്യം ചോർത്തിക്കളയും എന്നതടക്കമുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്നുണ്ട്. 8 ദിവസമാണ് ഈ സ്ഥലം മാറ്റത്തിനുള്ള ഒരു സമയമായിട്ട് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അതായത് അടിസ്ഥാനപരമായിട്ട് ജോലി ചെയ്യുന്ന ഡ്രൈവർ അടക്കമുള്ള തസ്തികയിലുള്ളവർക്കാണ് ഈ സ്ഥലം മാറ്റം ബാധിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ മഴക്കെടുതിയൊക്കെ തീവ്രമായി നിൽക്കുന്ന ഒരു സമയത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഡ്രൈവർ പോകുമ്പോൾ അദ്ദേഹത്തിന് വഴി അറിയാൻ സാധിക്കാതെ വരിക തുടങ്ങിയുള്ള പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേഷനിൽ ആള് കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്രയും അടിയന്തരമായിട്ട് ഈ ഒരു സ്ഥലമാറ്റം നടക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മെയ് 31-ന് കൂട്ട വിരമിക്കൽ ഈ ഒരു സേനയിൽ നടക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. ഏതായാലും ഈ ഒരു തീരുമാനം അടിയന്തരമായി മരവിപ്പിക്കണം, മഴക്കാലം തീരുന്നവരെങ്കിലും മരവിപ്പിക്കണമെന്നാണ് സേനയിൽ നിന്ന് ഉയരുന്ന ആവശ്യം. വിജയകുമാർ. മഴക്കാലം കഴിയും വരെ സ്ഥലമാറ്റ ഉത്തരവ് മരവിപ്പിക്കണം എന്ന ആവശ്യം സേനയിൽ തന്നെ ഉയരുന്നുണ്ട്. എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.